നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിനു പിന്നാലെ LPG സിലിണ്ടർ വില കുത്തനെ കൂട്ടി എണ്ണ വിതരണ കമ്പനികൾ. വാണിജ്യ സിലിണ്ടറിന് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇന്നത്തെ വർധനവോടെ വാണിജ്യ സിലിണ്ടറിന് 3085 രൂപയാണ് കൊച്ചിയിലെ പുതുക്കിയ വില. 5 കിലോഗ്രാം സിലിണ്ടറിന് 261 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. സിലിണ്ടറിന് തീ വിലയായതോടെ ഭക്ഷണത്തിന് വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഹോട്ടൽ ഉടമകൾ. പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് മെയ് 6-ാം തീയതി സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിടും. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ധനവില വർദ്ധിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾ വ്യാജമെന്നാണ് ഇതുവരെ കേന്ദ്ര സർക്കാർ ആവർത്തിച്ചിരുന്നത്. എന്നാൽ പാചകവാതക വില കൂട്ടിയതോടെ പെട്രോൾ ഡീസൽ വിലയും വർദ്ധിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പാചകവാതക വിപണിയിലെ കനത്ത വില വർധനവ് സാധാരണക്കാരെ എങ്ങനെയാകും ബാധിക്കുക? തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചതോടെ ഇനി പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാനാണോ കേന്ദ്ര സർക്കാർ നീക്കം? ഇനി ഇത് സംബന്ധിച്ച ചില ഡേറ്റകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 19 കിലോ വാണിജ്യ സിലിണ്ടറുകളുടെ വില ഏപ്രിൽ 1-ന് 195 രൂപയും മാർച്ച് 1-ന് 115 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. ഇന്നത്തെ 993 രൂപയുടെ വില വർധനവും കൂട്ടിയാൽ 3 മാസത്തിനിടെ കൂടിയത് 1303 രൂപയാണ്. ഇതോടെ സിലിണ്ടറുകൾക്ക് കൊച്ചിയിൽ 3085 രൂപയും ഡൽഹിയിൽ 3071 രൂപയും കൊൽക്കത്തയിൽ 3355 ചെന്നൈയിൽ 3259 രൂപയുമാകും. പശ്ചിമേഷ്യൻ സംഘർഷവും ചരക്കുനീക്കം തടസ്സപ്പെട്ടതുമാണ് വില കൂട്ടാൻ കാരണമായി പറയുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവും തീരുമാനത്തിന് കാരണമായിട്ടുണ്ട് എന്നും കരുതപ്പെടുന്നു. ക്രൂഡ് ഓയിൽ വില ഇന്നലെ ബാരലിന് $126 എത്തിയിരുന്നു. എന്നാൽ ഇന്നത് $113 കുറഞ്ഞിട്ടുണ്ട്. കൂടുതൽ നിയന്ത്രണങ്ങളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ രാജ്യത്തെ LPG വിതരണവുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതുപ്രകാരം സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാനുള്ള സമയം നഗരങ്ങളിൽ 21 നിന്ന് 25 ദിവസമായി വർദ്ധിക്കും. ഗ്രാമീണ മേഖലകളിൽ ഇത് 45 ദിവസമാകും. PNG കണക്ഷൻ ഉള്ളവർക്ക് LPG സിലിണ്ടറുകൾ വാങ്ങാനും ഇനി സാധിക്കില്ല. ഗ്യാസ് സിലിണ്ടർ ലഭിക്കാൻ OTP ഇന്നു മുതൽ നിർബന്ധമാക്കും. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയുടെ ഗുണഭോക്താക്കൾ ആകേണ്ടതുമുണ്ട്. മറ്റ് ചില പ്രതികരണങ്ങൾ കൂടി കാണാം. പാചകവാതക വില വർധനയെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. ലോകം മുഴുവൻ വില കൂടിയെന്നും നമ്മൾ ഇത്രയും കാലം വില കൂട്ടാതെ പിടിച്ചു നിന്നല്ലോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. ആ പ്രതികരണത്തിലേക്ക്. ലോകം മുഴുവനൊന്ന് അന്വേഷിക്കുക എവിടെയൊക്കെ എത്രയൊക്കെ കൂടിയെന്ന് അല്ലേ? നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ? അതിനുവേണ്ടിയല്ലായിരുന്നോ ഇത്? വാണിജ്യ സിലിണ്ടർ വെറുതെ ഒരു നമ്പർ അല്ലായിരുന്നോ? സിലിണ്ടറുകൾക്ക് വില കൂടിയതിനാൽ ഭക്ഷണത്തിനും ഇനി വില കൂട്ടേണ്ടി വരുമെന്നാണ് ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എടുത്തിട്ട മാതിരി ഈ മേഖല വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വല്ലാതെ അങ്ങോട്ട് വില വർദ്ധിപ്പിച്ച് ആര് വന്ന് കഴിക്കാനാ? വാങ്ങാനും കൂടി ആൾക്കാർക്ക് കഴിയേണ്ട വല്ലാത്തൊരവസ്ഥയിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയാണ് വന്നുപെട്ടിരിക്കുന്നത് മൊത്തത്തിൽ. അതെ, പാചകവാതക വില കൂടുക എന്ന് പറഞ്ഞ സത്യത്തിൽ ഇരുട്ടടിയാണ്. അത് കുടുംബ ബജറ്റിനെ തന്നെ ബാധിക്കുന്ന പോലത്തേക്ക് ഉരുത്തിരിഞ്ഞിനി വരും. കാരണം വാണിജ്യ സിലിണ്ടർ ആണെങ്കിൽ പോലും അത് നമ്മളെ കൂടെ ബാധിക്കുന്ന രീതിയിലേക്ക് വരും. കാരണം എല്ലാവരും പുറത്തുപോയി തൊഴിലെടുക്കുന്നവരൊക്കെയാണ്. അപ്പോൾ ഈ ഹോട്ടലുകളേക്ക് ഇത് ബാധിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായും ഈ അങ്ങനെ പുറത്തുപോയി തൊഴിലെടുക്കുന്നവരെ ബാധിക്കും. പിന്നെ ഇത് ലഭിക്കാനില്ല. ഇന്ധനം പാചകവാതകം എന്നുള്ളതേ ലഭിക്കാനില്ല. അതിന്റെ ലഭ്യത വളരെ കുറവുമാണല്ലോ. എന്താണ് സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? അതാണ് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ആശ്വാസകരമായിട്ടൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറുകൾക്ക് വില കൂടിയിട്ടില്ല. പക്ഷേ അത് കൂടില്ല എന്ന ഉറപ്പ് ഇപ്പോഴും നമുക്കില്ല. അതിലേക്ക് വർധനയിലേക്ക് പോകുമ്പോൾ സർക്കാരിനൊരു കയ്യറപ്പുണ്ടാകും. അതങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എന്തായാലും ഇത് തന്നെ ഇപ്പോൾ ശ്യാമിൽ പറഞ്ഞല്ലോ, അതായത് ഇതിപ്പം വാണിജ്യ ആവശ്യങ്ങൾക്കുള്ളതിനാണ് വില കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബാധിക്കാതിരിക്കില്ല എന്ന കാര്യമില്ലല്ലോ. ഉറപ്പായിട്ടും ബാധിക്കും. അതായത് ഞാനിങ്ങനെ കരുതായിരുന്നു, രാവിലെ ഈ വാർത്ത വന്നപ്പോൾ നമ്മളതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാർ കൊച്ചിയിലും കോഴിക്കോടും പാലക്കാടും ഒക്കെ ഹോട്ടൽ ഉടമകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വളരെ വലിയ ആശങ്കയാണ് പറയുന്നത്. കാരണം ഒന്ന്, അവരുടെ മുന്നിലുണ്ടായ പ്രശ്നം എന്താണ്, ഈ ഹോർമുസ് കടലെടുക്ക് പ്രശ്നമൊക്കെ വന്ന് യുദ്ധവുമൊക്കെ വന്നപ്പോഴേക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ കുറേ ഹോട്ടലുകൾ അടച്ചുപോയി. കുറേ ദിവസം അടച്ചിടേണ്ടി വന്നു. ആ പ്രതിസന്ധി അവിടെയുണ്ട്. അപ്പോൾ അസമിലും ബംഗാളിലും ഒക്കെ നമുക്കൊപ്പം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പായപ്പോൾ ഇവരുടെ പകുതിയോളം ആളുകൾ, തൊഴിലാളികൾ അങ്ങോട്ടേക്ക് പോയി. അതൊരു പ്രതിസന്ധിയായി. അപ്പോൾ ഈ ഹോട്ടൽ അടച്ചിടുക, തൊഴിലാളികളില്ലാതിരിക്കുക തുടങ്ങിയ പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ തന്നെ വലഞ്ഞിരുന്ന ഹോട്ടൽ ഉടമകൾക്ക് വലിയ ഇടുത്തിയായിട്ടാണ് ഈ പറയുന്ന 1000 രൂപയ്ക്കടുത്താണ് കൂടിയത്. ചെറിയ പൈസയല്ല. 933 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റൗണ്ട് ചെയ്ത് 1000 രൂപ വെച്ച് കൂടി എന്ന് വേണം മനസ്സിലാക്കാൻ. അതുമാത്രമല്ല, ഇപ്പം നമ്മൾ ശ്യാമിലിപ്പോൾ വായിച്ചല്ലോ, തൊട്ട് മുമ്പ് ഏപ്രിൽ 1-ാം തീയതി 195 രൂപ 50 പൈസ കൂടിയിരുന്നു. മാർച്ച് 1-ാം തീയതി 114 രൂപ 50 പൈസയും കൂടിയിരുന്നു. അപ്പോൾ അങ്ങനെ കൂടി ഓൾറെഡി തന്നെ കൂടി നിൽക്കുന്നിടത്താണ് വീണ്ടും. അപ്പോൾ ഈ ഒരു 3 മാസത്തിനകത്ത് 1303 രൂപ 3 മാസത്തിനിടെ കൂടി. അപ്പോൾ 3 മാസത്തിനിടെ ഹോട്ടലുകൾ നടത്തുന്ന ആളുകൾക്ക് ഭക്ഷണ
വില വർദ്ധിപ്പിച്ചിട്ടുമില്ല. പക്ഷേ അവരുടെ ചിലവിൽ ഈ ചിലവിൽ 1303 രൂപ കൂടുകയും ചെയ്തു. ഇതിപ്പോൾ എന്നാൽ ഇത് ഹോട്ടൽ ഉടമകളുടെ പ്രശ്നമല്ലേ, അവരുടെ ലാഭം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആലോചിച്ച് നോക്കൂ ശ്യാമിലി, എന്തുമാത്രം വലിയ പ്രശ്നമാണ്. ഇപ്പോൾ എല്ലാവരും ഇന്ന് സംസാരിച്ച ആളുകളെല്ലാം പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ചായക്ക് ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം 10 രൂപയാണ്. ഇപ്പോൾ കൊച്ചി നഗരത്തിലെ പല ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ 12 രൂപയുണ്ട്. 10 രൂപ എന്ന് ശരാശരി എടുത്താൽ അതൊരു 15 രൂപയെങ്കിലും ആക്കേണ്ടി വരും, 5 രൂപയെങ്കിലും കൂട്ടേണ്ടി വരുന്ന അവർ പറയുന്നത്. കാരണം പല ചായക്കടകളിലും പല ഹോട്ടലുകളിലും ഈ സമോവർ ഉണ്ടല്ലോ, ഈ ചായ തിളപ്പിക്കുന്ന കാര്യം ഫുൾ ടൈം ഗ്യാസ് ഓൺ ചെയ്ത് വെക്കണം. അല്ലാതെ ചായ വെക്കുമ്പോൾ മാത്രം തുറന്നാൽ പോരാ, അത് ഫുൾ ടൈം കത്തിച്ച് വെക്കണം. അപ്പോൾ അത് ആ ചിലവിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. സ്ഥിരമായിട്ട് ചായ വിതരണം ചെയ്ത് അപ്പോൾ 10 രൂപ എന്നുള്ളത് 15 രൂപയാവുന്നു. അപ്പോൾ ഒരു സാധാരണ തൊഴിലാളി നമ്മുടെ കൊച്ചിയിലപ്പുറത്ത് ഈ നെട്ടൂരങ്ങാടിയിലും മറ്റുമൊക്കെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ വൈറ്റില ഭാഗത്തൊക്കെ വർക്ക് ചെയ്യുന്ന, ഏത് സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു തൊഴിലാളിയോ ദിവസം 2 നേരം ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഇന്നലെ വരെ അയാൾ 10 രൂപയാണ് ദിവസം ചായക്ക് 20 രൂപയാണ് ചിലവാക്കി, ഇനി 30 രൂപ ചിലവാക്കണം. 10 രൂപയുടെ വർധന അവിടെ ഉണ്ടായി. ഒരു മാസം 30 ദിവസം 300 രൂപയുടെ വർധന അയാളുടെ ജീവിത ചെലവിൽ ചായ കുടിയുടെ പേരിൽ മാത്രം ഉണ്ടാവുകയാണ്. സാധാരണക്കാരായ മനുഷ്യർ അപ്പം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ചായ കുടി നിർത്തും, അല്ലെങ്കിൽ അത് പകുതിയായിട്ട് ചുരുക്കും. അങ്ങനെയാണ് ചെയ്യുക. കാരണം അവർക്ക് പണം, ഇപ്പം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് കഷ്ടപ്പെട്ട് മേല് വിയർത്ത് എല്ല് വെള്ളമാക്കിയിട്ട് പണിയെടുക്കുന്ന ഈ മനുഷ്യർ അവരുടെ നാടുകളിലേക്ക് അയച്ചു കൊടുക്കാൻ, അവരുടെ ബന്ധുക്കൾക്കും കുടുംബത്തിനും അങ്ങോട്ട് അയച്ചു കൊടുക്കാനുള്ള പണം സ്വരൂപിക്കുകയാണ്. ഓരോ ദിവസവും 1 രൂപയെങ്കിലും 1 രൂപ കുറഞ്ഞാൽ അത് അവരെ വല്ലാതെ ബാധിക്കും. അപ്പം മാസത്തിൽ അവർക്ക് കിട്ടുന്ന തുക എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അവരെങ്ങനെയാണ് തുക, എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അത് ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ നിന്ന് മാസത്തിൽ 300 രൂപ, ഞാനീ പറയുന്നത് 2 ചായയുടെ മാത്രം പൈസയിൽ ഉണ്ടാകുന്ന വർധനയാണ് കേട്ടോ. അതായത് 300 രൂപ ഈ കാര്യത്തിൽ മാത്രം വർധന വരിക എന്ന് വെച്ചാൽ അത് വലിയ എമൗണ്ടാണ്, ചെറിയ പൈസയല്ല, വളരെ വലിയ വർധനയാണ് അങ്ങനെ നോക്കിയാൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഈ 300 രൂപ ഒരു മാസം കൂടുന്നു എന്ന് പറയുന്നത് ചായയുടെ മാത്രം കാര്യമാണ്. ഇപ്പോൾ അവർ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ വിലയെല്ലാം കൂടും. ഇനിയിപ്പോൾ അവർ ഹോട്ടലല്ല, പല തൊഴിലാളികളും അവരവരുടെ ചെറിയ വാസസ്ഥലത്ത് നിന്നിട്ട് അവിടെ ഉള്ളതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഹോട്ടൽ ഭക്ഷണം അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ധന വിലയുടെ വാണിജ്യ കേന്ദ്രങ്ങളിലെ ഈ ഗ്യാസ് കുറ്റികളുടെ വില കൂടിയത് സ്വാഭാവികമായിട്ടും പച്ചക്കറി അടക്കമുള്ള എല്ലാ സംഗതികളുടെയും വിലയിൽ ചെറിയ ശതമാനത്തിൻ്റെ വർധന ഉണ്ടാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ വെച്ച് കഴിച്ചാലും അവരുടെ ബജറ്റ് ഒരല്പം ഉയരാനാണ് സാധ്യത. അവർക്ക് കിട്ടാവുന്ന കൂലിയിൽ നിന്നും കൂടുതൽ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആകത്തുക എന്താണ്? ആകത്തുക മനുഷ്യർ ഓൾറെഡി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് ഇതിൻ്റെ കാര്യം. എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്ന് കൂടി ആലോചിച്ചാൽ എങ്ങനെയാണ് ഉണ്ടായത്? ട്രംപിന് ഇമാതിരി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തോന്നിയതിൻ്റെ ഫലമാണ്. അപ്പോൾ യുദ്ധം അവിടെ ഗാസയിൽ യുദ്ധം നടക്കുന്നു, ഇറാനിൽ നടക്കുന്നു, നമുക്കെന്താ പ്രശ്നം എന്ന് പറഞ്ഞിരുന്ന മനുഷ്യരെ മാത്രമല്ല, യുദ്ധം നടക്കുന്നത് അതിൻ്റെ വിവരങ്ങളൊന്നും അറിയുക എന്നത് സാധിക്കുക പോലും ചെയ്യാത്ത സാധാരണ മനുഷ്യർ, രാവിലെ ഇറങ്ങിയിട്ട് അവരവരുടെ ജോലി സ്ഥലത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് ഈ കഠിനമായ വെയിലത്ത് പണിയെടുക്കുന്ന മനുഷ്യരെ ബാധിക്കുന്നതായിട്ടാണ് മാറിയിരിക്കുന്നത്. ഇപ്പം സുരേഷ് ഗോപി, അദ്ദേഹം സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന സംഘത്തിൻ്റെ മന്ത്രിയാണ്, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതേ പറയാൻ പറ്റൂ. പക്ഷേ അദ്ദേഹം പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. കാരണം ഇത് ലോകത്തെമ്പാടുമായിട്ട് വ്യാപിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിപ്പോൾ നമ്മളെ മാത്രമുള്ളൊരു പ്രശ്നമല്ല. പക്ഷേ എങ്കിലും ഇത് ഇത്രമാത്രം വർദ്ധിപ്പിക്കാൻ പാടുണ്ടായിരുന്നോ? 1000 രൂപക്കടുത്ത് 933 രൂപയല്ലേ, എത്രയാണ്, അത്രയും പൈസ ഒക്കെ ഒന്നിച്ച് കൂട്ടാൻ പാടുണ്ടായിരുന്നോ? ആ പരമാവധി ആളുകൾക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെയാണ്, വോട്ടിംഗ് കഴിഞ്ഞ ഉടനെയാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൂട്ടാൻ പാടുണ്ടായിരുന്നോ എന്ന തരത്തിലുള്ള ആശങ്കകൾ നമ്മുടെ മുന്നിൽ വരികയാണ്. പ്രതിഷേധം ആ നിലക്ക് തന്നെ ഹോട്ടൽ ഉടമകളുടെ മാത്രമല്ല, പൊതുവിൽ തന്നെ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വാണിജ്യ സിലിണ്ടറുകളുടേതല്ലേ, ഹോട്ടൽ ഉടമകളെ മാത്രം ബാധിക്കുന്നതല്ലേ എന്ന് കരുതി മിണ്ടാതിരുന്നാൽ, ഇതോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് കേട്ടോ എന്ന് ഒരല്പം ശബ്ദം പൊക്കാതെയെങ്കിലും പറഞ്ഞില്ലെങ്കിലൊരു കുഴപ്പം ഇത് അടുക്കളയിലെ ഗ്യാസിലേക്കും വരും എന്നതാണ്. കാരണം ഗ്യാസ് ഇതിപ്പം ഈ കിട്ടാത്ത പ്രശ്നം കൊണ്ടും ആഗോളമായിട്ടുള്ള സാഹചര്യം കൊണ്ടുമാണല്ലോ വർദ്ധിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അടുത്തതായിട്ട് വീട്ടിലെ ഗ്യാസിലേക്കും വരും. അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. സാധനം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉള്ള ഗ്യാസിൽ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങി കഴിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു തൊഴിലാളി അവിടെയുള്ള ഗ്യാസിലും ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ ആകെപ്പാടെ ബുദ്ധിമുട്ടാണ് എന്തായാലും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഇപ്പോൾ ഇതിൻ്റെ ആഗോള രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറയുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയുള്ള കാര്യമാണ്. പക്ഷേ ഇത് ആത്യന്തികമായിട്ട് സാധാരണക്കാര മനുഷ്യരെ ബാധിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മളടക്കമുള്ള ആളുകളെ. അതെ അത് ഞാൻ ആലോചിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു പുര കത്തുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. അതിനിടയിൽ വാഴ വെട്ടരുത് എന്ന് നമ്മൾ പറയുമല്ലോ സാധാരണ ഇതിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെയ്തിയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഈ പുര കത്തുക എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ്. നമ്മൾക്ക് പാചകവാതകം എന്നുള്ളത് ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ
അത് 45 ദിവസമായി അടുത്ത ബുക്കിങ്ങിനുള്ളത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, 25 ദിവസമായി, അത് 45 ദിവസമായി ഗ്രാമപ്രദേശങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഒരു വീട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 30 ദിവസം മാക്സിമം, അതായത് 3 നേരവും ഭക്ഷണം കഴിക്കുന്ന ഒരു വീട്ടിൽ 30 കിട്ടൂല, 28. പിന്നെ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ വിറകിൻ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യമില്ല. നാട്ടിലും ഉള്ളവരും അതൊക്കെ ഒഴിവാക്കി ഗ്യാസിലേക്കൊക്കെ മാറുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഇപ്പോൾ വിറകടുപ്പൊക്കെ ഉപയോഗിക്കാറും കത്തിക്കാറുള്ളൂ. ഇപ്പം നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. അപ്പോൾ ഒരു ദിവസം, ഒരു മാസം കഷ്ടിച്ച് അവിടെ ഗ്യാസ് കിട്ടിയാലായി. അങ്ങനെയാണല്ലോ സാഹചര്യം. അപ്പോൾ ഈ 45ഉം 25ഉം വെച്ചിട്ടുള്ള ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരാൾക്ക് എന്തൊരാശങ്കയുണ്ടാവും വീട്ടിലുള്ളവർക്ക്. പുരുഷനായാലും സ്ത്രീയാണെങ്കിലും കുഞ്ഞുങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ തീർച്ചയായും അവർക്കുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ OTP കൂടെ വന്നതോടുകൂടി ഇത് നമ്മൾക്ക് ഇതിനെയൊന്നും അതിജയിച്ച് ഈ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇതങ്ങ് സമ്പാദിച്ച് കളയാന്ന് വെച്ചാൽ അതങ്ങോട്ട് നടക്കുകയുമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയാം. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണെങ്കിൽ ഓൾറെഡി ഇത് കിട്ടാതെ കൊണ്ട് പല ഹോട്ടലുകളും, കൊച്ചിയിൽ തന്നെ 250-300ഓളം ഹോട്ടലുകൾ ഓൾറെഡി അടച്ചു. ഇനി അടയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ. മാത്രവുമല്ല, തുറന്നു വെച്ചെടുത്താണെങ്കിൽ അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഒന്നാമത് തന്നെ മെനുവിലൊക്കെ വലിയ കുറവുകൾ വരുത്തിയിട്ടാണ് ഇപ്പോൾ ഹോട്ടലുകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധിയും കൂടെ വന്നതോടുകൂടി വില വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ശരാശരി ഒരു സാധാരണ കുടുംബത്തിന് എന്തുമാത്രം വലിയ ഇടുത്തിയായിട്ടാണ് ഇത് ഭവിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സത്യത്തിൽ പാചകവാതക വില വർധനവ് വാണിജ്യ സിലിണ്ടർ ആയാൽ പോലും ഗാർഹിക സിലിണ്ടറിനെ തൊട്ടിട്ടില്ലേ എന്ന് പറയുമ്പോൾ പോലും എല്ലാ ഗാർഹിക ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ ഒരു വീടിനകത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് തീർച്ചയായും ഒരു കുടുംബ ബജറ്റ് പ്ലാൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ഒരേർപ്പാടായിട്ടാണുള്ളത്. അതിന് കേന്ദ്രം കുടപിടിക്കാനും പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ മാർച്ചിൽ 115, ഏപ്രിലിൽ 195 രൂപ, ഇങ്ങനെ കൂട്ടി വരും. ഇതൊരു സ്ലോഡത്ത് പോലെ കൊണ്ടുവന്നിട്ട് ഇടുത്തിയായി 993 രൂപ എന്നുള്ളത് ഇത്രയധികം പൈസ ഒരു ഘട്ടത്തിലും കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് എണ്ണക്കമ്പനികൾക്ക് അവരുടേതായ ഈ പുതിയ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ വില കൂടുന്നു, ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇത് കൂട്ടാൻ ഒക്കുന്നില്ല, എന്നിട്ട് നമ്മൾ ഈ നിലയ്ക്ക് തന്നെയാണ് പോകുന്നത്, വലിയ നഷ്ടത്തിലാണ് അവർ ഓടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മൂലധനം കൈയാളുന്നവർക്ക് ഏറ്റവും അധികം മികച്ച ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ഒരു വ്യഗ്രതയാണ് നമ്മുടെ ഇവിടെയുള്ള ഗവൺമെൻറ്റിനും ഉള്ളത് എന്നുള്ളതാണ്. അതിനർത്ഥം സാധാരണക്കാരൻ്റെ വയറ്റത്ത്, അതായത് പണിയെടുത്ത് ജീവിക്കുന്നവൻ്റെ വയറ്റത്തടിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് നിലവിൽ ഇത് മാറി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഇവിടെയാണ് സുരേഷ് ഗോപി അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ കൂട്ടി യോജിപ്പിക്കേണ്ടത്. ഇത്രകാലം കൂട്ടിയില്ലല്ലോ, പിടിച്ചു നിന്നില്ലേ എന്നുള്ളത്. ഏതായിരുന്നു ആ കാലം? ആ കാലം തെരഞ്ഞെടുപ്പ് കാലമാണ്. കേരളമടക്കം പശ്ചിമ ബംഗാൾ, കേരളം, അസം, തമിഴ്നാട് കൂട്ടിയില്ലല്ലോ. ഏതാണ് ആ കാലം? വലിയ മേനി അടിച്ച് പറയുകയാണത്. അപ്പോൾ ആ കാലം അത് മാത്രമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ എണ്ണ കമ്പനികൾ ജനക്ഷേമം കൂട്ടിയിട്ടുമുണ്ട്, എങ്കിലും ഇത്രയധികം കൂട്ടുമ്പോൾ എന്നുള്ളത് ആ കാലം ഇത് മാത്രമായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇനി നമ്മൾ ആലോചിക്കുമ്പോൾ എണ്ണ കമ്പനികളും ഒരു ജനക്ഷേമവും എന്ന നിലയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു സർക്കാർ ആരുടെ കൂടെ നിൽക്കണം എന്നാലോചിക്കുമ്പോൾ നമ്മൾ ജനക്ഷേമം എന്ന് തന്നെയാണല്ലോ നമ്മൾ എന്തായാലും പറയുക. പക്ഷേ എന്നാൽ തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ബോഡി എന്ന നിലയ്ക്ക് ഇവർക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള, അതായത് എണ്ണ കമ്പനികൾക്കും ഇതിൻ്റെ സംവിധാനങ്ങൾക്കിടയിൽ ചാലകശക്തിയായി നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും അവർക്കുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത് ഹോർമൂസ് അടച്ചതുകൊണ്ട് ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നവർ തന്നെയാണ് ഇവിടെയുള്ള വ്യാപാരികളാണെങ്കിലും ഇവിടെയുള്ള ഗാർഹിക ആവശ്യങ്ങൾക്ക് ഇത് ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നവരായാലും വീട്ടമ്മമാരും വലിയവരും എല്ലാവരും ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. ഹോർമൂസ് എന്നൊക്കെയുള്ളത് അവരുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴും അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഒരു കാര്യം കൊണ്ട് ഇവർ ഇത്രയധികം ഇമ്പാക്റ്റ് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ ഈ ഭരണകേന്ദ്രങ്ങൾ തിരിച്ചും ആലോചിക്കണം. ഇത്രയധികം ഇമ്പാക്റ്റ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അങ്ങനെ തിരിച്ചാലോചിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഈ തരത്തിൽ കൂട്ടാൻ മുതിരില്ല എന്നുള്ളതാണ്. ഇത് 993 രൂപ കൂട്ടുന്നിടത്താണ് ഈ പ്രശ്നം. അതായത് 100 രൂപയോ 200 രൂപയോ അല്ല കൂട്ടുന്നത്. ഒരു സിലിണ്ടർ വാങ്ങാൻ 3000-ലധികം രൂപ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ ഉടമകൾ തീർച്ചയായും ഒരു 1500 രൂപയോ മറ്റോ ഒരു ദിവസം അവർക്ക് അധിക ചിലവായിട്ട് വരും. ഈ ഒരു കുറ്റിയിലാണോ, ഒരു 19 കിലോയിലുള്ള ഒരു കുറ്റിയിലാണോ ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംശയമുണ്ട് ആ കാര്യം. 2008 വെറും 831 രൂപയായിരുന്നു കേട്ടോ ഈ ഗ്യാസ്. 2000 പിറ്റേ കൊല്ലം 658 രൂപയായിട്ട് കുറയാ ഉണ്ടായത്. ആ 2008 831 രൂപയായിരുന്ന ഗ്യാസ് സിലിണ്ടറിനാണ് ഇപ്പോൾ 3078 പോകുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇത്
വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞത് ആവർത്തിക്കുകയാണ്, ഈ പറയുന്നത് പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ പണിയെടുത്ത് ജീവിക്കുക എന്നുള്ളത് അസാധ്യമാകുന്ന ഒരു കാലത്തേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണോ, അങ്ങനെ ഒരു കാലം വിദൂരമാണോ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മൂലധനം കയ്യിലുള്ളവന് മാത്രം ഇവിടെ അത്യാവശ്യം സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ കഴിഞ്ഞു പോകാം. അല്ലാതെ നിത്യച്ചെലവിന് വേണ്ടി പണിയെടുക്കുന്ന, ഇപ്പോൾ നേരത്തെ സനീഷയുടെ പറഞ്ഞതുപോലെ നെട്ടൂരിലോ വയറ്റിലോ ഉള്ള ആളുകൾ, ഈ അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന ഇവിടെ ജോലിയെടുക്കുന്നവരും നമ്മുടെ സംസ്ഥാനത്തുള്ളവരും തന്നെ എത്രയോ പേർ ഇവിടെ ഉണ്ട്. അത്തരമുള്ള ഒരാളുകൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യം പറയുമ്പോൾ ആ ചോട്ടു ഗ്യാസ് അങ്ങനെയല്ലേ അതിനെ പറയുന്നത്, ചെറിയ 5 കിലോ, അത് ഇപ്പോൾ തന്നെ അതിൽ വലിയ ക്ഷാമം അനുഭവിച്ചിരുന്നു. പിന്നീട് കിട്ടുന്നില്ലായിരുന്നു. അതിനാണ് 261 രൂപ വീണ്ടും കൂട്ടിയിരിക്കുന്നത്. ഞാൻ ആ ഘട്ടത്തിലൊക്കെയാണ് ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് സഹോദരിയുടെ അസ്ഥികൂടം പേറിക്കൊണ്ട് ഒരാൾ ബാങ്കിൽ ഒരു തുകയ്ക്ക് പോയി. കഴിഞ്ഞ ചർച്ചയിൽ സനീഷേട്ടൻ അത് എടുത്തു പറയുന്നുണ്ടായിരുന്നു. 20,000 രൂപ എന്ന് റൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, 19,942 രൂപ അങ്ങനെ തന്നെ പറയണം. കാരണം അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് അവിടെയുള്ളവരെ സംബന്ധിച്ച്, അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഒരു ജീവിതം കരിപ്പിടിപ്പിക്കാൻ ഇങ്ങനെ ഇവിടെയുള്ള കൂലി അത്യാവശ്യം അതിൽ കൂടുതലുള്ള ഒരു സംസ്ഥാനം എന്ന നിലക്ക് പരിഗണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ എല്ലായിടത്തും നിലവിൽ സമാനമായ ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പെടുന്നത്. അപ്പോൾ ശ്യാമിലി, നമ്മുടെ ഈ കാക്കനാട് ഭാഗത്തൊക്കെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ശ്യാമിലിയോട്, അപ്പോൾ അവിടെയൊക്കെ ഈ ഇതര സംസ്ഥാന തൊഴിലാളി ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഈ ചിക്കൻ കടകളിൽ വന്നിട്ട് സാധാരണ ചിക്കൻ വിൽപ്പന നടത്തുന്നതിലെ മറ്റു പാർട്ടുകളുണ്ടല്ലോ, അത് മാത്രമായിട്ട് വാങ്ങും. വില കുറഞ്ഞിട്ട് കിട്ടുന്നതുകൊണ്ടാണത്. അത് മാത്രമായിട്ട് വാങ്ങിയിട്ട്, അതായത് എന്തുകൊണ്ടാണ് 100 രൂപയുടെ സാധനം വാങ്ങുന്നതിൽ 95 രൂപക്ക് കിട്ടുകയാണെങ്കിൽ 5 രൂപ ലാഭിക്കാമല്ലോ എന്ന് വിചാരിക്കുന്ന, എന്ന് വെച്ചാൽ ആ 5 രൂപക്ക് 500 രൂപയുടെ വാല്യൂ ഉള്ള മനുഷ്യരാണിത്. അതുകൊണ്ടാണ് 10 രൂപ എന്ന ചായയുടെ പൈസ 15 രൂപയായിട്ട് മാറിയാൽ അവരെ നിസ്സാരമായിട്ടല്ല ബാധിക്കാൻ പോകുന്നത് എന്ന് കാണുന്നത്. അപ്പോൾ ശ്യാമിൽ പറഞ്ഞതുപോലെ ഇത് ആളുകളെ ബാധിക്കില്ലേ, അല്ലെങ്കിൽ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന ചിന്ത സർക്കാരുകൾക്ക് ആവശ്യമുള്ളതാണ് എന്നുള്ളതാണ്. അതിൽ ആ ചിക്കൻ പാർട്സുകൾ വാങ്ങി പോകുന്നത് കാണുമ്പോഴാണ്, ഞാൻ ഒരു ഞായറാഴ്ച ആണ് പിറ്റത്തെ ദിവസം, ഞാനൊരു ശനിയാഴ്ച വൈകുന്നേരം കാക്കനാട് മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോയതാണ്. 2 തക്കാളി 6 രൂപ 7 രൂപ, ഉള്ളി ഒരെണ്ണം എന്ന് വാങ്ങുമ്പോൾ ഞാൻ 1 കിലോ സവാളയും 1/2 കിലോ തക്കാളിയും മേടിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കാം, ഞാൻ എന്താ ആർഭാടമാണ് എന്ന് നമ്മളങ്ങ് ആലോചിച്ച് പോകും. അപ്പോൾ ഞാൻ ഈ ഘട്ടത്തിലൊക്കെ നിരന്തരമായി വലിയ തോതിൽ ആശങ്കപ്പെടുന്നുണ്ട്. പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് ഇവിടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം വലിയ ബുദ്ധിമുട്ടിലേക്കായി കാര്യങ്ങൾ മാറും. ഞാൻ വിളിക്കുന്നത് അടിസ്ഥാന വർഗത്തിൻ്റെ കാര്യമാണ്. മധ്യവർഗത്തിനോ അതിന് മുകളിലോ ഉള്ളതല്ല. പക്ഷേ അടിസ്ഥാന വർഗം എന്നുള്ളത് ഇവിടെ ഒരു യാഥാർത്ഥ്യമാണ്. അതിലും വലിയ മോശമായ ജീവിത സ്റ്റേറ്റിൽ ഇവിടെ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെ ആലോചിച്ച് വലിയ ആശങ്കയാണുള്ളത്. കാരണം അടുപ്പെരിയണം എല്ലാവർക്കും. വിശപ്പ് തന്നെ വളരെ പ്രധാനമാണ്. നമ്മൾ വിശക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നന്നായി ഭക്ഷണം കഴിക്കാൻ ആലോചിക്കാത്ത ആരുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വഴിയടയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ കൊടുക്കാൻ അങ്ങനെയുള്ള ആളുകൾ, അതിന് വകയില്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും അത് പോസിബിൾ അല്ലാത്തൊരു സാഹചര്യമാണ് വരിക. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതു മുതൽ LPG പ്രതിസന്ധിയിൽ നമ്മുടെ രാജ്യം വലയുകയാണ്. വളരെ പരിമിതമായ അളവിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടാണ് രാജ്യത്തെ എല്ലാ ഹോട്ടലുകളും നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. LPG വിതരണത്തിലെ നിയന്ത്രണം മൂലം ഒട്ടേറെ ഹോട്ടലുകൾ അടച്ചിടുന്ന സാഹചര്യമുണ്ടായി. നിയന്ത്രണങ്ങളോടൊപ്പം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട് എന്നിവിടങ്ങളിലെ തൊഴിലാളികൾ പോയതും പല ഹോട്ടലുകളുടെ പ്രവർത്തനത്തെയും ബാധിച്ചിരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് വ്യാപാരികൾക്ക് ഇരട്ടിപ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് പാചകവാതക വിലയും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ തങ്ങൾക്കുണ്ടാകുന്ന അധിക ചെലവ് ഉപഭോക്താക്കൾക്കുമേൽ ചുമത്തി നഷ്ടം കുറയ്ക്കാനേ ഹോട്ടലുടമകൾക്ക് സാധിക്കുകയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ വിലവർധന ഉണ്ടായിരിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം. വോട്ട് പെട്ടിയിലായ ഉടൻ കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിക്കുമെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാക്കളുടെ വാദവും ഇതോടെ സാധൂകരിക്കപ്പെടുകയാണ്. പെട്രോൾ, ഡീസൽ വില കൂടി വർദ്ധിക്കുമെന്ന ആശങ്കയും ജനങ്ങൾ പങ്കുവയ്ക്കുന്നുമുണ്ട്. RDXൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ വീട്ടുമുറ്റത്ത് ബോംബ് വീണില്ല എങ്കിലും യുദ്ധം നമ്മളെയെല്ലാം ബാധിക്കുമെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.